അന്ന് 2018 കവളപ്പാറ പോയ സമയത്ത് നമ്മൾ ഉരുൾപൊട്ടി രണ്ടാമത്തെ ദിവസമായിട്ടാണ് അവിടെ എത്തുന്നത്. യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ 2018 അല്ലല്ലോ, 2018 അല്ല കേട്ടോ, 2019 ജൂലൈ ഓഗസ്റ്റിലാണ് സംഭവിക്കുന്നത്. ഞങ്ങളന്ന് അകുമ്പേ പോകാൻ വേണ്ടി നിന്നിട്ട് ആ യാത്രയൊക്കെ മാറ്റി വെച്ചിട്ടാണ് റെസ്ക്യൂവിന് പോകുന്നത്. അപ്പോൾ അന്ന് കവളപ്പാറയിൽ പോയ സമയത്ത് ഒരു 3 ഡേയ്സാണ് ക്യാമ്പിലുണ്ടായത്. നല്ല ഇതായിരുന്നു, നല്ലതെന്നല്ല, ഒരു എങ്ങനെ പിന്നെ നല്ലത് പറയാറിയില്ല. കവളപ്പാറ ക്യാമ്പിൽ എനിക്ക് ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അന്നൊരു വീട്ടിലെ 9 പേര് മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അതിൽ എല്ലാവരും പോയി. ഒരു വീട്ടിലെ മരുമകളും അവരുടെ രണ്ടാമത്തെ മകനും, അതായത് മൂത്ത കുട്ടി 9 വയസ്സുള്ള കുട്ടിയുണ്ട്, ആ കുട്ടി മിസ്സിങ്ങാണ്. ഹസ്ബൻഡ് എല്ലാവരും പോയി. ഹസ്ബൻഡിൻ്റെ അനിയൻ തിരുവനന്തപുരത്ത് പഠിക്കുക, ജോലി എന്തോ ആയതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ അനിയൻ, ആ വീട്ടിലെ അനിയൻ ആയിട്ടുള്ള കുട്ടി തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ ഈ അനിയൻ്റെ ഏട്ടൻ, അതായത് ഏട്ടൻ്റെ ഭാര്യ മരുമകൾ, ഇവരുടെ രണ്ടാമത്തെ കുട്ടിക്ക് എന്തോ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നിലമ്പൂരേക്ക് വന്നതാണ്. എന്തായാലും അവർ ആ വീട്ടിലില്ലാത്ത സമയത്താണ്. അപ്പോൾ ആ കുട്ടിക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ളൊരു മാറാൻ പറ്റാത്തൊരു ടൈപ്പ് ഓഫ് രോഗമുണ്ട്, ഇങ്ങനെ കണ്ടിന്യൂസ്ലി ട്രീറ്റ്മെൻറ്റ് വേണ്ട. അങ്ങനെ അന്ന് രാത്രിയാണ് ഈ ഉരുൾപൊട്ടുന്നതും ഈ വീട്ടിലെ 9 പേരും ഒഴുകിപ്പോകുന്നതും. അപ്പോൾ എന്നിട്ട് ഈ 3-ാമത്തെ ദിവസമാണ് നമ്മൾ ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഈ ഒരു ചെറിയൊരു കുട്ടീനെ കിട്ടുന്നത്. ഓക്കെ, അപ്പം 3 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെന്ന് ആലോചിക്കണം. അപ്പം അന്ന് ഈ മരുമകളുടെ, അതായത് ഈ കുട്ടിയുടെ കിട്ടിയ കുട്ടിയുടെ അമ്മമ്മേനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊണ്ടുപോകണം. കാരണം ഈ സ്ത്രീ വയ്യ, ഈ ലേഡി ഹോസ്പിറ്റലിലാണല്ലോ, നിലമ്പൂർ ഹോസ്പിറ്റലിലാണ്. പിന്നെ അവരെ കുട്ടിക്ക് മോന് വയ്യ. മറ്റേ അനിയനാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് അവനിങ്ങോട്ട് മെൻ്റലി വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കാരണം 9 പേര് മരിച്ചിട്ട് പിന്നെ എങ്ങനെ അങ്ങോട്ട് വരിക എന്നറിയില്ല. അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു പാനിക് സിറ്റുവേഷനാണ് അന്ന്. എന്നിട്ട് ഈ അമ്മമ്മേനായിട്ട് കാറിൽ നമ്മൾ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊണ്ടുപോകണം. കാരണം അമ്മമ്മയൊക്കെ ഉള്ളത് ഏകദേശം ആ ഭാഗത്തൊക്കെ ഉള്ളവരെല്ലാം അങ്ങോട്ട് കല്യാണം കഴിക്കും. അപ്പം അമ്മമ്മ ഉള്ളത് വേറൊരു ക്യാമ്പിലാണ്. ആ ക്യാമ്പിലാണ് ഞാനുള്ളത്, പൂളപ്പാടത്തെ സ്കൂൾ കേട്ടോ. അപ്പോൾ അവിടുന്ന് ഈ അമ്മമ്മേനെ അവിടെ നിന്നൊരു പിന്നെ കളപ്പാറയിലുള്ളൊരു പള്ളി, പോത്തുകല്ലാണ്, എനിക്ക് ഓർമ്മയില്ലേ ശരിക്കും, എന്തായാലും ആ ഭാഗത്തുള്ളൊരു പള്ളിയിലാണ്, മദ്രസയിലാണ് ഈ ബോഡിയൊക്കെ നമ്മൾ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് അങ്ങനത്തെ ഇതിന് വേണ്ടി കൊണ്ടുവരുന്നത്, അല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. അപ്പം എന്നിട്ട് നമ്മൾ ഈ മദ്രസയിലേക്ക്, പള്ളിയോട് ചേർന്നിട്ടുള്ള മദ്രസയിലേക്ക് ഈ അമ്മമ്മേനായിട്ട് ഞാനാണ് ഇന്ന് കാറിൽ പോകുന്നത്. അപ്പോൾ പക്ഷേ നമുക്ക് ആ ക്യാമ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ധൈര്യം, ഭയങ്കര ഇതൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷമാണ് ഈ സംഭവങ്ങൾ എന്നെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ അമ്മമ്മേനായിട്ട് കൊണ്ടുപോയിട്ട് അപ്പം ടേബിളിൽ ഞാനും അമ്മമ്മയും കൂടിയാണ് ആ റൂമിലേക്ക് കയറുന്നത്. അപ്പം ഭയങ്കര ഒരു അവസ്ഥയാണ് എന്നുവെച്ചാൽ അവിടുത്തെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ഈ കുട്ടിയുടെ പാദസരമുണ്ട് കാലിൽ, 2 കാലിലും പാദസരമുണ്ട് വെള്ളിയുടെ. ഈ പാദസരം കണ്ടിട്ടാണ് ഈ കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം പാദസരം കണ്ടപ്പോൾ നമുക്ക് ആളെ കണ്ടാലൊന്നും മനസ്സിലാവില്ല. അമ്മമ്മ പാദസരം ഇങ്ങനെ ഇവർ കൊടുത്തപ്പോൾ അത് കണ്ടിട്ട് ഇത് അമ്മമ്മ പറഞ്ഞു ഓക്കെ കുട്ടിയുടെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ബോധമൊക്കെ പോയി. ഞാൻ അവരെ പിടിച്ചപ്പം എന്നിട്ട് ഇതൊരു പേപ്പറിൽ, ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഈ പാദസരം എൻ്റെ കയ്യിലാണിത് തരുന്നത്. കാരണം അവർ കുറച്ച് ഫെയിൻറ്റ് പോലെ ആയല്ലോ. അപ്പോൾ ആ പാദസരം ഞാൻ കയ്യിലിങ്ങനെ വാങ്ങുമ്പോൾ അതിനൊരു സ്മെല്ലുണ്ട്. കാരണം അഴുകിയ ദേഹമായിട്ട് ഇങ്ങനെ 3 ദിവസം ചേർന്ന് കിടന്നിട്ടുള്ള ആ ഒരു സ്മെല്ല് ഇപ്പോഴും എൻ്റെ മൂക്കിലുണ്ട്. ഇപ്പോഴും അതുമായിട്ട് സമാനപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു, അതായത് മനുഷ്യ ശരീരത്തിൻ്റെ സ്മെല്ല് മറ്റ് മൃഗങ്ങളുടെ സ്മെല്ല് പോലെ അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തെങ്കിലും അതുമായിട്ട് സാമ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്മെല്ല് എനിക്ക് എന്തെങ്കിലും പിന്നെ വഴിയിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഓർമ്മയാണ് എൻ്റെ തലയിലേക്ക് വരിക. പിന്നെ കുറേ ദിവസം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ആ ഒരു പാദസരം അതിനിങ്ങനെ ഇടയ്ക്ക് കറുത്ത കളറിൽ പിടിച്ചിട്ട്, പിന്നെ എന്നിട്ട് അതിൻ്റെ ഒരു മണവും ആ അമ്മമ്മയായിട്ട് പിന്നെ പുറത്തിരുന്ന് ഞങ്ങൾ കുറേ നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ്, പിന്നെ ആളുകളൊന്നും നോർമൽ ആവില്ലെങ്കിൽ പോലും നോർമലാണെന്നുള്ള രീതിയിൽ ആണ് പെരുമാറുക. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മളാണെങ്കിലും അവരാണെങ്കിലൊക്കെ. പിന്നെ ഞങ്ങളവിടെ കുറേ ക്യാമ്പിൽ പോയിട്ട് എനിക്ക് കുറച്ച് മാജിക്കൊക്കെ അറിയാം. അപ്പോൾ കുഞ്ഞ് മാജിക്കൊക്കെ കാണിച്ചു, പാട്ടൊക്കെ പാടി. രാത്രിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കണ്ടിരുന്നില്ല, അന്ന് ദുരിതാശ്വാസ ക്യാമ്പാണെങ്കിൽ പോലും ഭയങ്കര ആഘോഷങ്ങളൊക്കെ പോലെയായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യും. പക്ഷെ എത്ര ട്രൈ ചെയ്താലും റിക്കവർ ആകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അന്നത്തെ ഇപ്പോഴും എനിക്ക് അന്നത്തെ 10-20 പേരെങ്ങാനാണ് കാണാതായത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മാസീവ് അല്ലേ. അതുകൊണ്ട് ഞാനതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തായി പോകും.